നമസ്കാരം. വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ടൂ വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിലാകുന്നത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ. ഇടുക്കി തൊടുപുഴ കുടയത്തൂർ കോളപ്ര ചക്കലത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തകൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു. തിരുവനന്തപുരത്തടക്കം തട്ടിപ്പ് നടത്തിയെന്നാണ് സൂചന. മാധ്യമപ്രവർത്തകരെ അടക്കം തട്ടിപ്പിൽ ഇരകളാക്കിയിട്ടുണ്ട്. VIP-കൾ പോലും ഈ ചതിയിൽ വീണുവെന്നതാണ് വസ്തുത. സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് ഇടുക്കി സ്വദേശി 400 കോടിയോളം രൂപ തട്ടിയതായിട്ടാണ് പോലീസ് കണ്ടെത്തൽ. ഇയാളുടെ 3 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിരുന്നു. മൂവാറ്റുപുഴ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നു. മൂവാറ്റുപുഴ സ്വദേശിനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം. പിന്നാലെയാണ് അറസ്റ്റ്. രാജ്യത്തെ NGO-കളുടെ കൂട്ടായ്മ എന്ന് അവകാശപ്പെടുന്ന നാഷണൽ NGO കോൺഫെഡറേഷന്റെ ദേശീയ കോർഡിനേറ്റർ എന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്നത്. 50,000 രൂപ നൽകുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ ലഭിക്കുമെന്നതായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ പണമടച്ച കുറച്ചു പേർക്ക് വാഹനം നൽകി. ഇത് വിശ്വാസ്യത നൽകി. പിന്നീട് പണമടച്ച 100 കണക്കിന് യുവതികൾക്ക് സ്കൂട്ടർ ലഭിച്ചില്ല. അടച്ച പണവും നഷ്ടമായി. പണം കൈപ്പറ്റിയിരുന്ന HDFC ബാങ്കിന്റെ ഈയാട്ടിമുക്ക് ശാഖയിൽ അനന്തകൃഷ്ണൻ ആരംഭിച്ച 2 അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിരുന്നു. അനന്തകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ്, പ്രൊഫഷണൽ സർവീസസ്, ഇന്നോവേഷൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിലാണ് അക്കൗണ്ട്. 400 കോടിയോളം രൂപയുടെ ഇടപാട് അക്കൗണ്ടുകളിലൂടെ നടന്നതായി കണ്ടെത്തുകയും ചെയ്തു. മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ മൂവാറ്റുപുഴ ബ്ലോക്കിന് കീഴിൽ പ്രതി ഒരു സൊസൈറ്റി ഉണ്ടാക്കി. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയ കൺസൾട്ടൻസിയിലേക്ക് ടൂ വീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിക്കുകയായിരുന്നു. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിന് കീഴിലും ഇത്തരം സൊസൈറ്റികൾ പ്രതി ഉണ്ടാക്കിയിട്ടുണ്ട്. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പ്രദേശത്തെ വിവിധ സന്നദ്ധ സംഘടനകളെയും കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കും എന്ന വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികളും ഇക്കാര്യത്തെപ്പറ്റി അറിവേയില്ലായിരുന്നു. 2022 മുതൽ പൊതുജനങ്ങളെ സ്കൂട്ടർ, ഹോം അപ്ലയൻസ്, വാട്ടർ ടാങ്ക്സ്, ഫെർട്ടിലൈസേഴ്സ്, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ 50% ഇളവിൽ നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. പൊതുജനങ്ങളെ തട്ടിപ്പിനിരയാക്കുന്നതിൻ്റെ ഭാഗമായി സോഷ്യൽ ബി വെഞ്ചേഴ്സ് തൊടുപുഴ, സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഈയാട്ടുമുക്ക്, എറണാകുളം പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻ കളമശ്ശേരി, ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ അക്കൗണ്ടുകൾ അനന്തകൃഷ്ണൻ സ്വന്തം പേരിൽ കൈകാര്യം ചെയ്തിരുന്നു. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്നും പ്രതി സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിൽ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിക്കെതിരെ അടിമാലി പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന സമാന തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ പോയിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, സബ് ഇൻസ്പെക്ടർമാരായ PC ജയകുമാർ, ബിനോ ഭാർഗവൻ, സീനിയർ CPമാരായ CK മീരാൻ, CK ബിബിൽ മോഹൻ, KA അനസ് എന്നിവർ ഉണ്ടായിരുന്നു.